സർ നമസ്കാരം. നമസ്കാരം. പേരാമ്പ്രയിലെ അതിഭയാനകമായ രീതിയിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു. LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ മത്സരിക്കുന്ന സ്ഥലം മുസ്ലിം ലീഗിൻ്റെ UDF മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയ ആണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത്. ഈ ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പ്രത്യക്ഷപ്പെടാറുള്ള കഴിവിട്ട ഒരു നേതാവ് തന്നെയാണ്. വളരെ കാലമായി സജീവമായി തന്നെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന അവർ ടി പി രാമകൃഷ്ണനെ എതിരിട്ട് മത്സരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ മത്സരം കടുത്തതായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്റ്റ് പേരാമ്പ്രയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വെളിപ്പെടുത്തലുകളും സൂചനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഈ കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നും മതേതര കേരളത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. എപ്പോഴും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്ന പ്രസ്ഥാനമാണ്, നവോത്ഥാന പ്രസ്ഥാനമാണ്, പുരോഗമന പ്രസ്ഥാനമാണ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം CPM സ്ഥാനാർത്ഥി ടി പി രാമകൃഷ്ണൻ. TPM വെറും സ്ഥാനാർത്ഥിയല്ല, LDF കൺവീനർ കൂടിയാണ് ടി പി രാമകൃഷ്ണൻ. അപ്പോൾ അവിടെ ടി പി രാമകൃഷ്ണൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നും ഉയർന്നു കേട്ട ഒരു അനൗൺസ്മെൻറ്റ് മതേതര കേരളത്തിന് ഒരു കാരണവശാലും രുചിക്കത്തക്ക രീതിയിലായിരുന്നില്ല, പൊറുക്കത്തക്ക രീതിയിലായിരുന്നില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകയായ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ അതിലേക്ക് ആ UDF കേന്ദ്രീകരിക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മതേതര കക്ഷികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസികളെല്ലാവരും തന്നെ LDF വോട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരു മതനിരപേക്ഷതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയുടെ വക്താവ് LDF കൺവീനർ തന്നെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നും ഉയർന്ന മതവിദ്വേഷപരമായിട്ടുള്ള ഈ കാര്യം ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്നു. ഒന്നുകൂടി കൂട്ടി പറഞ്ഞിട്ട് ഞാൻ സാറിലേക്ക് വരാം. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ KK ശൈല ടീച്ചർ എതിർ സ്ഥാനാർത്ഥിയായി CPM വേണ്ടി മത്സരിക്കുമ്പോൾ ഷാഫിക്കെതിരെയും കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഇറങ്ങിയ ഒരു സംഭവം ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. സമാനമായ രീതിയിൽ, അതായത് ഇടതുപക്ഷം തോൽക്കും എന്നുള്ള ഭയമുള്ളതിനാൽ തന്നെ വടകരയിൽ ഷാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയതുപോലെ ഇവിടെ ഫാത്തിമ തഹ്ലിയക്കെതിരെ അവർ മതത്തിൻ്റെ കടുത്ത മതവിശ്വാസിയായ അവരിറങ്ങുമ്പോൾ മതവിശ്വാസികളുടെ വോട്ട് തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടിയെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ എത്ര കണ്ട് നികൃഷ്ടമാണത്. എവിടെ ചെന്ന് നിൽക്കുന്നു CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതനിരപേക്ഷ ബോധം? എന്താണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. മൂന്നാമത് CPM ആ കുടില രാഷ്ട്രീയത്തിന്, അല്ല ചതിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരി, കുടില രാഷ്ട്രീയത്തിന് ഒരു ഉദാഹരണമുണ്ട്. അത് പറയാൻ മറന്നുപോയി. ടി പി ചന്ദ്രശേഖരനെ കൊന്നുകഴിഞ്ഞ ആ വണ്ടിയുടെ പുറകിലോട്ട് ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ എന്നതാണ് മാഷാ. അതുപോലെ സമാനമായി മറ്റൊരു രംഗത്ത് തങ്ങൾ ചെയ്യുന്ന കുറ്റം, അല്ലെ തങ്ങൾ ചെയ്യുന്ന ഹീനമായ കുറ്റം മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള പരിപാടി ടി പി രാമകൃഷ്ണൻ ചെയ്ത്, ശൈല ടീച്ചർ ചെയ്ത് വഴിതിരിച്ചു വിടുക. ഇനി അടുത്ത പ്രത്യേകത, സഖാവ് ടി പി രാമകൃഷ്ണൻ, സഖാവ് ശൈലജയും സാത്വിക മുഖങ്ങളാണ്. CPM മാനുഷിക മുഖങ്ങളാണ് അവിടെ. ടി പി രാമകൃഷ്ണൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. മിക്കവാറും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടും ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ. ഇവർ രണ്ടുപേരും തന്നെയാണ് മറ്റേ ചെയ്തിരിക്കുന്നത്. ശൈല ടീച്ചറിൻ്റെ അന്വേഷണം, കേസിൻ്റെ അന്വേഷണം ഇടം വരെ ആദ്യം വെളിപ്പെടുത്തട്ടെ ചെന്നെത്തി എന്ന് എവിടെയാണ് കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് DYFI നേതാവിൻ്റെ പടത്തേക്ക് എത്തി. അവിടെ നിന്ന് എങ്ങോട്ട് പോകും? അതവിടെ നമ്മുടെ FBയുടെ, അതായത് ഫേസ്ബുക്കിൻ്റെ വിങ്ങായ മെൽറ്റയുടെ വരെ സഹായമൊക്കെ അതിൽ തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മണ്ഡലത്തിൽ ആരുടെയൊക്കെ ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ ഏതൊക്കെ വണ്ടികൾ പ്രചരണത്തിന് വേണ്ടിയുണ്ട്, ഏതൊക്കെ വണ്ടി നമ്പറാണ്, ഏത് വണ്ടിയിൽ നിന്നാണ്, ഏത് പ്രചരണ വാഹനത്തിൽ നിന്നാണ് ഈ അനൗൺസ്മെൻറ്റ് പോയിട്ടുള്ളത് റെക്കോർഡായിരുന്നു. അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ആ വണ്ടി അവിടെ നിന്ന് പ്രചരണം നടത്തുമ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയെ അവർ പുറകെ സഞ്ചരിച്ച് എടുക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് ടി പി രാമകൃഷ്ണൻ അറിഞ്ഞിട്ടില്ല,
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പ്രചരണ വാഹനത്തിൽ നിന്നൊരു അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് ഇത്തരത്തിൽ വരുമ്പോൾ ഇവരെല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് ജനശ്രദ്ധയിലേക്ക് വരുന്നു, പുലിവാലാകുക എന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇത് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. TP രാമകൃഷ്ണനും അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി അറിഞ്ഞിരിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ, പിണറായി വിജയനാണ്. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യമുണ്ടല്ലോ സാറേ, ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ കളക്ടർക്ക് പരാതി കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലീവ് കൊടുത്തിട്ട് ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി അറിയാതെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ് പോകുന്നുണ്ടെങ്കിൽ TP രാമകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി പരാതി കൊടുക്കണ്ടേ? തൻ്റെ മതേതര ബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, തൻ്റെ മതനിരപേക്ഷ ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തൻ്റെ വാഹനത്തിൽ നിന്നും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ വാഹനത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു ജുഗുപ്സാവഹമായ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം തകർക്കുന്ന തരത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി തന്നെ പരാതി കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. ലീഗ് പരാതി കൊടുത്തിരുന്ന ജില്ലാ കളക്ടർക്കും DYSPക്കാണ്, പേരാമ്പ്ര DYSPക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് അന്വേഷിച്ചാൽ അതിൻ്റെ ഫലം വരുമ്പോഴത്തേക്ക് അടുത്ത മന്ത്രിസഭ ഉണ്ടാവും. അവരിനി എന്നാ ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. ഇത് നോക്കൂ, ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് LDF അല്ലാതെ മറ്റാരുണ്ട്, അതാണ് ഇത്തവണത്തെ ക്യാപ്ഷൻ. ഈ ക്യാപ്ഷനിൽ പറയുന്നത് മതനിരപേക്ഷതയ്ക്കും വികസനത്തിനും ഒരു വോട്ട് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഒന്നാകെ ചവിട്ടിത്തേക്കണ ഒരു രീതിയായിരുന്നില്ലേ ഈ മൂന്ന് സംഭവങ്ങൾ അല്ലേ? ഈ 3 സംഭവങ്ങളും വടകരയിലുള്ള തനിയാവർത്തനം തന്നെയാണ്. അന്ന് ഷാഫി പറമ്പിൽ 1,14,000 വോട്ടിനാണ് ജയിച്ചു കയറിയത് KK ശൈലജയ്ക്കെതിരെ. അതിനു മുൻപ് അവിടെ P ജയരാജൻ തോറ്റത് 84,000 വോട്ടിനായിരുന്നു അല്ലേ? അതെ. അപ്പോൾ വീണ്ടും 1,14,000ത്തേക്ക് ഷാഫി പറമ്പിലിൻ്റെ ഈ ഭൂരിപക്ഷം എത്തിയതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നു. അല്ല, ഇതിനോടുള്ള റിയാക്ഷൻ ഭയങ്കര. അന്നത് പറഞ്ഞു കേട്ടത് ശൈലജ ടീച്ചർ ഏത് വിധേനയും തറ പറ്റിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന് വേണ്ടി ആരൊക്കെ അത് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിന്റെ തനിയാവർത്തനം തന്നെ ഇപ്പൊ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ തറ പറ്റിക്കുക എന്ന് ഉദ്ദേശിച്ചതോടുകൂടി ഫാത്തിമ തക്ലിക്ക് വേണ്ടി ആരൊക്കെയോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് കളിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് കളിച്ചിരിക്കുന്നത് CPM-കാർ തന്നെയാണ്. കാരണം TP രാമകൃഷ്ണൻ ഒരു പൊട്ടൻഷ്യൽ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റാണ്. എന്തെങ്കിലും ഒരു ക്രൈസിസ് പാർട്ടിയിലുണ്ടാവും. ഇത്തവണ ഭൂരിപക്ഷം, പക്ഷെ ഭൂരിപക്ഷം കിട്ടുകയില്ല എന്നുള്ള വേറെ വശം. കിട്ടുകയാണെങ്കിൽ ഒരു ക്രൈസിസ് പാർട്ടിക്കുണ്ടായാൽ ഇവിടെ P രാജീവ് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നതാ? അതെ, മികവുറ്റ ആളുകൾ CPM-ന് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ വരും. ഒരു ഗ്രൂപ്പിലും കാര്യമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ, ആരോടും ഉടക്കുണ്ടാക്കാൻ പോകാതെ, വിദ്വേഷപരമായി സംസാരിക്കാൻ മരിക്കുന്ന ചന്ദ്രശേഖരനെ കൊല്ലുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ നിന്ന് മൂവായത്. അതെ, കോഴിക്കോട് വന്നില്ല. കോഴിക്കോട് ഈ കൊലപാതകത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം അവിടെ നിന്നില്ല. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എനിക്ക് ഇതിനകത്ത് പങ്കുമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി മറ്റായിരുന്നു. അപ്പോൾ ആ TP രാമകൃഷ്ണനെ തോൽപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഉണ്ടെങ്കിലും അല്ല, ഇതിൽ ഭയാനകമായി നമ്മൾ കാണേണ്ടത്, ഇതിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒരു വല്ലാത്ത ഒരു മതവിദ്വേഷ ചിന്താഗതിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത് കേന്ദ്രത്തിൽ BJP വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് ഒരു വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാർ, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് നാഴിക്ക് 40 തോട്ടം വിളിച്ചു പോകുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒന്ന്, ഇത് 2 സെക്ഷനായിട്ട് കേരളത്തെ 2ആയിട്ട് പകുത്ത് ആലോചിച്ച് നോക്കുക. മലബാർ ഈ ഭാഗത്തേക്ക്, തിരുവിതാംകൂർ ഭാഗത്തെ, പത്തനംതിട്ട ആലപ്പുഴ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ശബരിമല ഹൈന്ദവ വികാരമുള്ള പ്രശ്നമാണ്. അതെ, അതെങ്ങനെ ആളിക്കത്തിക്കാമെന്നാണ് നോക്കുന്നത്. അല്ല, മധ്യകേരളത്തിലും അത് മധ്യകേരളത്തിൽ, മലബാറിലേക്ക് ചെല്ലും, വടക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും അത് നേരെ മറിച്ച് മുസ്ലിം വികാരത്തെ എങ്ങനെ ആളിക്കത്തിക്കാവുന്നതാണ്. ന്യൂനപക്ഷ വിഭാഗത്തെ എങ്ങനെ ആളിക്കത്തി. അപ്പോൾ ഇത്തരം ഈ പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് എന്ന് പറയാം, പൊളിറ്റിക്സ് ഓഫ് സ്കൗണ്ടറൽസ് തന്നെ പറയാം. അപ്പം അത് ആ പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്ന പിതൃശൂന്യമായ ഇത്തരം ഇപ്പോഴും അവർക്ക് മനസ്സിലാകാത്ത കാര്യം, പണ്ട് കാലത്ത് CPM-ൻ്റെ EMSO AK ഗോപാലനോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് തന്നെ നമ്മുടെ മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ ആളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളവർ കുറഞ്ഞു വരികയാണ്. ഇന്ന് പിന്നെ ഇവർ കുറേ കൂടെ ആൾക്കാരെ നിയന്ത്രിച്ച് നിർത്താൻ ഇവർക്ക് പറ്റുന്ന ഏക ഘടകം ചെറുപ്പത്തിൽ തന്നെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെടുത്തും. അവൻ ആയുഷ്കാലം പാർട്ടിയെ പിന്നെ വിടാൻ പറ്റില്ല. വക്കീലിനെ ഏർപ്പാട് കൊടുക്കുന്ന പാർട്ടി, പൈസ കൊടുത്ത് സഹായിക്കുന്ന പാർട്ടി, അത്യാവശ്യം വന്ന രക്തസാക്ഷി മണ്ഡപം പണിയുക, അതിനുവേണ്ടി പിരിവ് നടത്തുന്ന പാർട്ടി. അപ്പോൾ അങ്ങനെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീട്ടുകാരെയും ഏതെങ്കിലും ഒരാളെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുത്താൻ നോക്കും. ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ട് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു.
നമ്മൾ ഏറ്റവും മാന്യതയുടെ കേരളം കത്തോലിക്ക സഭയിലായിരുന്നു ഇപ്പോൾ മദർ തെരേസയുടെ സ്ഥാനത്ത് മറ്റേ പദവി കിട്ടിയാണ് ശൈലജ ടീച്ചറിന്. അതുപോലെ പൊക്കിക്കൊണ്ടുവന്ന പുണ്യാളത്തിയായിട്ട് കൊണ്ടുവന്നാണ്. അല്ല, അവിടെ ഈ സാറ് പറഞ്ഞത് അവിടെ പ്രത്യേകം എടുത്ത് പ്രസക്തമാവുന്നൊരു കാര്യം, ഇന്നിപ്പോൾ ടി പി രാമകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ വിഭാഗീയതയിൽപ്പെടാത്ത ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ വിദ്വേഷപരമായി പെരുമാറാത്ത ഒരാളാണ്, ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്ന് ഒരു കേസിൻ്റെ ഏതെങ്കിലും നൂലാമാലകളിൽപ്പെട്ട് പിണറായി വിജയന് മാറി നിൽക്കേണ്ടതായി വന്നാൽ പകരം കണ്ടെത്താൻ പറ്റാവുന്ന ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്നത് പോലെ ശൈലജ ടീച്ചർ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകും എന്നൊരു ചൊല്ല് അന്ന് പൊതുവെ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് പണ്ട് നമ്മുടെ കെ ആർ ഗൗരി അമ്മ മത്സരിക്കുമ്പോൾ കേരളെന്തെങ്കിലും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഇല്ലേ നാട് ഭരിക്കും എന്ന് പറഞ്ഞതുപോലെ കെ ശൈലജ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ സി പി എമ്മിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കേട്ട് വർത്തമാനമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വടകരയിൽ കാഫിർ പേരാമ്പ്രൈ അല്ല വടകരയിൽ ശൈലജ ടീച്ചറിനെ അങ്ങോട്ടേക്ക് മാറ്റുന്നതും അവിടെ ലോക്സഭയിലേക്ക് പറഞ്ഞയച്ച് ശല്യം തീർക്കാൻ വേണ്ടി നിർത്തുന്നതും അവിടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി കളിച്ചതും എന്നൊക്കെ ഒരു പിന്നാമ്പുറ വർത്തമാനങ്ങളുണ്ട്. അത് എന്ത് തന്നെയായാലും ഇപ്പോൾ ടി പി രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ടി പി രാമകൃഷ്ണൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി ഒരു തീരുമാനത്തിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ ഫാത്തിമ തഖ്ലിക്കെതിരെ തീർത്താൽ നമ്മൾ കേട്ടാൽ തീർത്തും അരോചകമായ രീതിയിൽ അപഹാസ്യമായ രീതിയിൽ പച്ചയ്ക്ക് മതം പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ മതേതര നിലപാടുകൾക്ക് എതിരായിക്കൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രചരണം നടത്തുമ്പോൾ സി പി എമ്മിൻ്റെ മതേതര നിലപാടുകൾ ഒരു കാരണവശാലും പുറത്തു കാണുന്നതല്ല, പൊയ്മുഖം മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെ സി പി എമ്മിന് എന്താ നഷ്ടപ്പെട്ടിരിക്കുന്നത്? സി പി എമ്മിന് അതിൻ്റെ കാതൽ, മനുഷ്യൻ്റെ കാര്യം ആത്മാവ്, അത് പണ്ടേ നഷ്ടപ്പെട്ടു. ഇവർക്ക് ജനങ്ങളോട് എന്താ പുതുതായിട്ട് പറയാനുള്ളത്? കിറ്റ് തന്ന കാര്യമാണ് പറയാനുള്ളത്, പെൻഷൻ കൂട്ടുന്ന കാര്യമാണ്, എന്താ ഇവർക്ക് പറയാനുള്ളത്? അല്ല, സാമൂഹ്യമായും രാഷ്ട്രീയമായും തറ പറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. പിന്നെ ആകെ പറയാമായിരുന്നത് മോഡിയെ വർഗീയവാദി, ഫാസിസ്റ്റ് എന്ന് വിളിച്ച് മോഡിയും ബി ജെ പിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ റോള് പിണറായിയുടെ കേസ് വന്നതോടുകൂടി ആ ഓപ്ഷൻ അങ്ങ് അടഞ്ഞുപോയി, പൂർണ്ണമായിട്ട് അടഞ്ഞു. മോഡിയെ പറ്റി മിണ്ടാൻ പറ്റിയില്ല. അല്ല, മോദി എന്ന് പിണറായി വിജയൻ എപ്പോഴെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലെ സമുന്നതരായ ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് പോലും മോദിക്കെതിരെ ഒരു വാക്ക് പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല. പിണറായി വിജയനെതിരായി ഒരു നടപടി എടുക്കാൻ മോദിയും തയ്യാറായില്ല. അതായത് കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടായിരിക്കണമല്ലോ, വെറുതെ പറയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് നടപടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ആരോപണത്തിന്മേൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ കൈക്കൊണ്ടത് എന്നുള്ളത് ഇപ്പോഴും അത് ശൂന്യം തന്നെയാണ്, ബ്ലാങ്കാണ്. ഈ തഹ്ലിയെ ഒരു മുസ്ലിം കാൻഡിഡേറ്റായിട്ട് ചിത്രീകരിച്ച്, മുസ്ലിം സെക്ടറിയൽ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ച് അതിൻ്റെ ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ബി ജെ പി അല്ലേ? അത് ഈ ഭാഗത്ത് കൂടുതൽ പ്രചരിപ്പിക്കും. ഇവരുടെ ടാക്ടിക്സ് അതാ. അല്ല, ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഒന്ന് ടി പി രാമകൃഷ്ണനെ തകർക്കുക, മറ്റൊന്ന് തഹ്ലിയ അങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വക്താവാണെന്ന് വരുത്തി തീർത്ത് അവരുടെ സാധ്യതകളിലേതാക്കുക, പകരം അവിടെ ബി ജെ പിയെ പ്രതിഷ്ഠിക്കത്തക്ക രീതിയിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. രണ്ടായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക, ടി പി രാമകൃഷ്ണൻ അതുകൊണ്ട് വലിയ ക്ഷതം ഉണ്ടാകും എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാക്കുന്നു. അവിടെയാണ് സാറ് ഈ ചർച്ചയുടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ മാഷാ അള്ളാഹ് സ്റ്റിക്കറിൻ്റെ ഒരു പ്രസക്തി കടന്നു വരുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുക എന്നുള്ളത്. ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാൻ വെച്ചാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. കാരണം ഇവന്മാരൊന്നും പിന്നെ കാണിയില്ല കുറേ ആളത്തേക്ക്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാത്തിരിക്കാം. സി പി എം കാരനെ കാണാൻ ഒത്തിരി കാത്തിരിക്കേണ്ടി വരും. മാഷാ അള്ളാഹ് എന്ന് വിളിച്ച് നമുക്ക് മതേതര നിലപാട് പുലർത്തി നമുക്ക് കാത്തിരിക്കാം.